நீங்க ஹிந்தி வாத்தியாரா? വൈദ്യരല്ല, ഹിന്ദി മാഷ. நீங்க எல்லாருமே ரொம்ப தமாஷா பேசுறீங்களே. எனக்கு ஹிந்தில ஒரு சான்ஸ் கிடைச்சிருக்கு. கொஞ்சம் ഹിന്ദി പഠിക്കണമെന്ന് ആസை. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ. പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമ മൂത്ത് കെട്ടിയത്. ഓ, ലവ് മാരേജ്. ആ, പ്രേം ശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല. ഭയങ്കര സംശയ, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല, ആപ് ബഹുത് സുന്ദർ ഹൈ. Is it? Thank you for the compliment. நீங்க ரொம்ப romantic. Yes, I mean it. உங்க സംസാരமும் beautiful. കറക്റ്റ്. എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയി പോയി. அந்த സംസാരം ഇല്ല, സംസാരം മனைவி, உங்க വൈഫ്. ഓ, സംസാരം ഒരു മിനിസാരം. ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം. 10 ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ് ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ From തുടങ്ങേണ്ടത്. tomorrow. ഓക്കെ, പക്ഷെ അവൾ അറിയരുത്. യമുനേ, உங்க குழந்தைங்களா? 2 കുട്ടികളേ ഉള്ളൂ. അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. I don't agree with you. எனக்கு கல்யாணம் ஆனா 5 குழந்தைங்களாவது வேணும்னு ஆசை. 5 കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണമെന്ന്. വേഗം ചെല്ല്. ഇത് உங்க குழந்தைங்க தானே? അത് അല്ല, അനാഥ കുട്ടികളാ. ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛാമ്മന്നേ വിളിക്കൂ. പാവം, இந்த 3 പേരും ഓർഫൻസാ? അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം. അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി.